ନନ୍ଦୀ ଘୋଷ ତୋର ଅଟକି ଗଲା ବଡ଼ ସଙ୍କଟାରେ। ନନ୍ଦୀ ଘୋଷ ତୋର ଅଟକି ଗଲା ବଡ଼ ସଙ୍କଟାରେ। କିଏ ସେବକ ତ ଏତେ ଆପଣାର, କିଏ ସେବକ ଏତେ ଆପଣାର, ଡାକିଲା ଚନ୍ଦନପୁରେ, ଡାକିଲା ଚନ୍ଦନପୁରେ। ନନ୍ଦୀ ଘୋଷ ତୋର ଅଟକି ଗଲା ବଡ଼ ସଙ୍କଟାରେ। അടച്ചു. ഓഡിറ്റോറിയം. വയനാട്ടാ ഇത് തന്നെയാണോ സ്ഥലം? ഇതന്നെയുടെ സ്ഥലം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് നടക്കുകയായിരുന്നു. സാറിനൊന്ന് വിളിച്ചു വെക്കാന്ന് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞാണല്ലോ. സാറിനെ വിളിച്ചിട്ട് നമ്മളിവിടെ എത്തിയെന്ന് പറയാം. ഹലോ ഹലോ. സാറേ എവിടെ എത്തി? ഞങ്ങളിവിടെ എത്തി. പോയി കോമ്പൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. എവിടെ? ഗേറ്റ് കടന്നിട്ട്. കണ്ടു. ഓക്കെ, ഇവിടെ 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 ഇങ്ങോട്ട് വരും. നേരെ പോരെ. വാ. ചേട്ടാ എന്താ ചേട്ടാ? പിന്നെ ഇവർ രണ്ടുപേരും പുതിയ ആൾക്കാർ. ശരി, പുതിയ ആളല്ലേ? എവിടെ സ്ഥലം? പാലക്കാട്. ഓ ശരി. നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഇതാണ് വർക്ക് സൈറ്റ്. അതെ ഇത് തന്നെ. നമുക്ക് ഇവിടെയാണ് പെയിൻറ്റ് ചെയ്യാനുള്ളത്. ഫുൾ വർക്ക് ചെയ്യണം. അപ്പോൾ അകത്ത് കുറച്ച് പ്ലംബിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നാളെ തൊട്ട് ഇന്നത്തെ കൊണ്ട് കഴിയും. ഓക്കെ, അപ്പം നാളെ നമുക്ക് അകത്ത് കയറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. താമസം നമുക്ക് ഇതിൻ്റെ ബാക്കിൽ കുറച്ചങ്ങോട്ട് നടക്കണം. തൽക്കാലം നമുക്ക് അവിടെ താമസിക്കാം. നമുക്ക് അങ്ങോട്ട് പോയാലോ? പോവാം നമുക്ക്. നേരെ വന്നാൽ മതി. അതാ ഞാൻ പറഞ്ഞ വീട്. കുറച്ച് പഴയ വീടാണ്. കണ്ടിട്ട് ആൾ താമസം എന്നുള്ളതായി തോന്നുന്നില്ല. ഏതാണ്ട് ഒരു വർഷമായിട്ട് അടച്ചിട്ടിരിക്കുക. മൊത്തം കാട് പിടിച്ചെടുക്കണല്ലോ. ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും. തൽക്കാലത്തേക്ക് 1-2 ദിവസത്തേക്ക് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. നല്ല പണിയുണ്ട്. കുറച്ച് ക്ലീൻ ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടി വരും. കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അകത്തും കുറച്ച് വൃത്തിയാക്കണം. എന്നാ എൻ്റെ ചാവി കൂടെ കൊണ്ടുപോകും. ഇതാണ് ഫ്രണ്ട് ഡോറിൻ്റെ ചാവി. ബാക്കി അകത്തോട്ടുള്ള റൂമിൻ്റെയാണ്. കയറിക്കണം. ശരി സാറേ. ശരി. എന്നാൽ ചെല്ലുണ്ട്. ഫ്രഷ് ആവട്ടെ. ആയിക്കോട്ടെ. ശരി. സന്തോഷേട്ടാ. എന്നാൽ പറഞ്ഞ പോലെ കേട്ടോ. നമുക്ക് രാവിലെ പണിക്ക് കയറണം. അപ്പോൾ പിള്ളേരൊന്ന് രാവിലെ വിളിച്ച് എഴുന്നേപ്പിച്ചാണ് കേട്ടോ. ഓക്കെ. ചെല്ലുന്നു. നിങ്ങൾ റെസ്റ്റ് എടുക്കും കേട്ടോ. ചെല്ലു മോനെ. ശരി. തൽക്കാലം നമുക്ക് 2 റൂം ക്ലീൻ ചെയ്തെടുക്കുക. ഈ റൂം ഞാൻ എടുത്തോളാം. പാതിരാത്രി അയാളെ പോയി കിടന്ന് ഉറങ്ങിക്കുറാന്ന്. അവൻ്റെ ഒരു പ്രേമോ അവന്. ഇന്നത്തോടെ ആരും നിൽക്കുന്ന പോലെ രഞ്ജിത്ത് എന്തോ ഒരാൾ നിൽക്കുന്ന ആരും ഉണ്ടായിരുന്നു.
തോന്നിയതായിരിക്കും. ചിലപ്പോൾ തോന്നിയതായിരിക്കും. ശരി, തോന്നുന്നു. എന്തോ ആയിക്കോട്ടെ, നീ വാ. എന്താടാ, എന്താ പറ്റിയേ? എന്താടാ, കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? അങ്ങനെ എന്താ പറ്റി? ഈ ബാഗ് വെച്ചിട്ട് ഒരാളെ ഇറങ്ങി. ആരറിഞ്ഞെന്നാ നീ പറയണേ? മുകളിൽ വെച്ച ബാഗ അറിയാണ്ട് ഒന്ന് തിന്നെ തഴവതിനാണത്. ചേട്ടാ, ബാഗ് അവിടെ. ഇതിനാണ് ഈ ബഹളം മുഴുവൻ വെച്ചത്. പോയി കിടന്നു ഉറങ്ങണം. ചേട്ടാ ചേട്ടാ ബാഗ് ചേട്ടാ 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 ബാഗ് ചേട്ടാ. ഇത് വലിയ ശല്യമായല്ലോ. ആരടാ ഇപ്പൊ പാതിരാത്രി? ആരാ വിവേട്ടാ? ആരാണാവോ? ഇവിടെ ആരും കാണാൻ. മനുഷ്യ, നേരെ പാതി രാത്രിയായി, ഒരു പണിക്കും പോകാതെ ഉമ്മറത്ത് ഇങ്ങനെ കുത്തിയിരുന്നോ? ഈ വീട്ടിലാണെങ്കിലേ ഒരു മണി അരിയില്ല. പിള്ളേരാണെങ്കിൽ അത്താഴം പോലും കഴിക്കാതെ വിശന്ന് തളർന്നു ഉറങ്ങി. കള്ളനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളുടെ കൂടെ കക്കാൻ നടന്നവരെല്ലാന്നേ ഇന്ന് വലിയ വലിയ നിലയിലായി. അവരൊക്കെ സ്വർണ്ണക്കടയും ബാങ്കും ഒക്കെ കുത്തി തുറന്ന് കറക്കുമ്പോ നിങ്ങൾ കണ്ടിക്കണ്ട ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ കട്ടുകൊണ്ട് ഇങ്ങനെ നടന്നു. ഇവിടെ ഇങ്ങനെ തെക്കോട്ട് നോക്കി കുത്തിയിരിക്കാതെ വല്ലതും പോയി കക്കാൻ നോക്ക് മനുഷ്യ. കള്ളനാണത്രേ കള്ളൻ. ചിരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? അവനവിടെ അതിന്റെ ജെല്ലിന്റെ അവിടെ. ആരാ വേനോട്ടെ കണ്ടത്? എന്നിട്ട് അവനവിടെ പോയി. കുറെ നേരം അവിടെ ബാഗ് വേഗം ശബ്ദം കേൾക്കുന്നുണ്ട്. ആരാണാവോ? ചേട്ടാ ബാഗ് ചേട്ടാ ചേട്ടാ ബാഗ് ചേട്ടാ.
ആരാണെന്ന് അറിയണം. എന്താ ആ ടോർച്ചും കിട്ടും. ആരാണോ? ആരായാലും വേണം. കുറെ നേരെ തുടങ്ങി. ചേട്ടാ ബാഗ് ചേട്ടാ. വേറെ ആരും കയ്യും കാലം വരച്ചിട്ട് വിളിക്കുന്നു ചേട്ടാ. നിങ്ങളെ കോണ്ടാക്ടർ ഒന്ന് വിളിക്കും. സാറിനെ ഒന്ന് വിളിക്കുവാനായിട്ടാ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം. അതെ, അതാണ് നല്ലത്. മനോജേട്ടൻ. ആ ഹലോ, ആ സാറ് മനോജാണ്. എന്താ മനോജേട്ടാ രാത്രിയില്? ആ ഞാനിപ്പോൾ വിളിച്ചതേ, ഈ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ പ്രശ്നം? അല്ല, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് നമുക്കറിയുന്നില്ല, അതുകൊണ്ടാണ്. ഈ കുറെ നേരമായിട്ട് ഒരാള് ഡോറിൽ വന്ന് തട്ടുന്നു, ബാഗ് എന്ന് പറയുന്നു. അപ്പൊ നമ്മള് ഡോർ തുറന്നു നോക്കി ആളെ കാണില്ല. പിന്നെ കൂടെ ഉള്ളവരൊക്കെ ഒരാളിങ്ങനെ നടന്നു പോകുന്നത് കണ്ടെന്ന് പറയുന്നുണ്ട്. ഷെൽഫിന്റെ മുകളിലിരിക്കുന്ന ബാഗ് തനിയെ വന്ന് താഴെ വീഴുന്നു. അല്ല, എന്തെങ്കിലും പ്രശ്നം തന്നെ പറയും. നമ്മള് ആദ്യമായിട്ടല്ലേ ഇവിടെ താമസിക്കാൻ വരുന്നത്, നിങ്ങൾക്കല്ല അതിനെ പറ്റി അറിയുന്നത്. ആ അതെ, കഴിഞ്ഞ വർഷം ആ വലിയ ബിൽഡിംഗ് പെയിന്റ് ചെയ്യാൻ വേണ്ടി വന്നത് കുറച്ച് ഒറിജിനൽക്കാര് പിള്ളേരായിരുന്നു. ନନ୍ଦୀ ଗଛ ତୋର ଅଟକି ଗଲା ବଡ଼ ସଙ୍କଟାରେ, କିଏ ସେ ବକତ ଏତେ ଆପଣାର, କିଏ ସେ ବକତ ଏତେ ଆପଣାର, ଡାକିଲା ଚନ୍ଦନପୁରେ, ଡାକିଲା ଚନ୍ଦନପୁରେ, କାଳିଆରେ କାଳିଆରେ କାଳିଆରେ, ഡാക്കില ചന്ദനപുരേ. അത് ഒരുത്തന്നെ ആ പണി തീരുന്നതിന്റെ തലേ ദിവസം ആ ബിൽഡിങ്ങിന്റെ മുകളിൽ താഴോട്ട് വീണു. അവനങ്ങനെ ഓടി വേണം. അതേ ഒരു ബയ്യനെ താഴെ വീണു മോളിന്ന്. വാ വാ വാ, പിടിക്ക്. ഇടാടാ ഹോസ്പിറ്റലുണ്ടോ? വേഗം 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 വേഗം. പിന്നെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കുറെ ചടങ്ങും കാര്യങ്ങളൊക്കെ അവന്റെ കൂട്ടുകാരെ കൂട്ടി ഓടി നമ്മളെ നാട്ടിലോട്ട് അയച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു. അന്ന് റൂം അടച്ചിട്ടിരുന്ന, പിന്നെ ആ റൂം നിങ്ങൾ വന്നതിന് ശേഷം ഇന്നാണ് തുറന്നു തരുന്നത്. 1 വർഷത്തോളം അടച്ചിട്ടിരുന്ന റൂമാണ്. അതെ അതെ, എന്തായാലും സമയം ഇത്രയൊക്കെ ആയില്ലേ, നേരം എടുക്കാതെ. നിങ്ങളൊരു പണി ചെയ്യും, നിങ്ങൾ ഇന്നത്തെ രാത്രിയിൽ അവിടെ തങ്ങും. എന്നിട്ട് രാവിലെ നമുക്ക് വേറെ റൂമിലോട്ട് മാറാം. അതുപോലെ ശരി, എന്നാ ആയിക്കോട്ടെ. ശരി. മനുഷ്യനെ കിടത്തി ഉറക്കാൻ സമ്മതിക്കും. എടാ, സാറ് പറയുന്നേ ഇന്ന് രാത്രി നമ്മളിവിടെ തങ്ങണം എന്നാണ്. ഇത്രയും പ്രശ്നമുള്ള വീട്ടിൽ എങ്ങനെ കിടന്നു ഉറങ്ങുക? മനോജേട്ടാ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പ്രശസ്തനായ മാന്ത്രികൻ, തെക്കേമടം തിരുമേനിയുടെ കൊച്ചുമകൻ രഘുരാമൻ. എന്നാ നീ ഒരു കാര്യം ചെയ്യും, പുള്ളിയെ വിളിച്ച് കാര്യങ്ങളൊന്നും പറയും. പുള്ളിയപ്പോൾ അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും. ചേട്ടാ വൈകണ്ട, ഇപ്പം തന്നെ ഒന്ന് വിളിക്കും. ബെല്ലടിക്കുന്നുണ്ട്. സ്പീക്കറല്ലേ, എല്ലാവരും കേൾക്കാലോ. ഹലോ തിരുമേനി, ഞാനാ വിപിന. എന്താ ബിബി ഈ സമയത്ത്? എന്താ അത്യാവശ്യമാണ് തോന്നുന്നല്ലോ.
അത് തിരുമേനി, ഞങ്ങൾ പുതിയൊരു വർക്കിനായിട്ട് വന്നതായിരുന്നു. ഇവിടെ താമസിക്കാനായിട്ട് ഞങ്ങൾക്കൊരു പഴയ വീട് കിട്ടിയത്. പക്ഷെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. മുമ്പ് മരിച്ചുപോയ ഒരാൾ താമസിക്കുന്ന റൂമിലാണ് ഇപ്പം ഞങ്ങൾ എല്ലാവരും കിടക്കുന്നത്. അന്ന് അപകടത്തിൽപ്പെട്ട് മരിച്ച ഒരു ഹിന്ദിക്കാരൻ്റെ പ്രേതം ഞങ്ങളെ വല്ലാതെ ശല്യം. എങ്ങനെ ശല്യം ചെയ്യുന്നു പറയുന്നത്? തിരുമേനി, ഞങ്ങൾ കിടന്നതിന് ശേഷം പലതവണ കഥയിൽ വന്ന് മുട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ബാഗ് എന്ന് പറയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം കഥയിൽ ആരോ വന്ന് മുട്ടുന്നുണ്ട്. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് തിരുമേനി? എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ പ്രേതാത്മാവിനെ വേണ്ട വിധം ശേഷക്രിയകൾ ഒന്നും ചെയ്തിട്ടില്ല. തന്നെയുമല്ല, ആ ചെറുപ്രായത്തിൽ അപകടമരണം സംഭവിച്ചതാണല്ലോ. ആത്മാവ് അവിടം വിട്ട് പോകുന്നില്ലെങ്കിൽ അതിന്റെ പ്രിയപ്പെട്ടത് എന്തോ ഒന്ന് ആ വീട്ടിലുണ്ട്. അതെന്തായിരിക്കും അറിയാൻ കഴിയില്ലേ? ഇപ്പോൾ അത് സാധ്യമല്ല. നിങ്ങൾ അത് അവിടെ തന്നെ തെരഞ്ഞു നോക്കൂ. അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ പൂജാവിധികൾക്ക് ശേഷം പുണ്യ നദിയിലോ കടലിലോ ഒഴുക്കിക്കളയണം. ഇതാണ് അതിനുള്ള പരിഹാരം. ശരി തിരുമേനി, അങ്ങ് പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. വളരെ നന്ദിയുണ്ട് കേട്ടോ. രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം കേട്ടോ. എന്നാൽ ശരി. തിരുമേനി പറഞ്ഞ ഒരു സാധനം ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് ചിലപ്പോൾ ഈ വീട്ടിൽ തന്നെ കാണും. ശരിയാ ചേട്ടൻ പറഞ്ഞത്. ചിലപ്പോൾ അത് ഇവിടെ തന്നെ അത് കാണും. ചേട്ടാ, നിങ്ങൾ എന്താ കാണിക്കുന്നത്? ഇവിടെ അതിനൊന്ന് തീരുമാനിക്കണം. രണ്ടിലൊന്നും അറിയണം. നേരത്തെ വന്ന ബംഗാളിയാണത്. ഇയാളെന്ത് നമ്മളെ പറയാൻ നടക്കണത്? മനസ്സിലാകുന്നില്ല ഇവിടെ. ശരി, കഷ്ടം നോക്കി. ഇനി നേരം വിളിപ്പിക്കണ്ട എങ്ങനെയാണ്? തിരുമേനി പറഞ്ഞ ആ പ്രേതത്തിന്റെ പ്രിയപ്പെട്ട എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ അന്വേഷിച്ച് വരണമെങ്കിൽ അതിനുള്ളിൽ എന്തെങ്കിലും കാണും. അതിപ്പോ എന്തായാലും നമുക്ക് എന്താടാ? എന്നാലും ഇതിനകത്ത് എന്തായിരിക്കും? കാശോ പറ്റും വല്ലതും. സ്വർണ്ണം അങ്ങനാണോ? അതായത് നമുക്ക് തുറന്നു നോക്കിയാലോ? വേണ്ട, അത് തുറക്കണ്ട, പ്രശ്നമാവും. അത് വേണ്ട, അത് തുറക്കണ. വെറുതെ കുഴപ്പത്തിലും നിൽക്കണ്ട. തിരുമേനി പറഞ്ഞത് നമ്മളെല്ലാരും കേട്ടതല്ലേ. എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. തുറക്കണ്ട, തുറക്കണ്ട, തുറക്കണ്ട. എന്താ എന്തിനാണെങ്കിലും തുറക്കണ്ട. പ്രശ്നം തുറക്കണ്ട, കുഴപ്പമില്ല, നമുക്ക് തുറന്നു നോക്കാം. തിരുമേനി പറഞ്ഞതിൽ ഒന്നും നമ്മൾ വേറെ ചെയ്യാൻ ഈ ബാഗല്ലേ ഇവിടുത്തെ പ്രശ്നം. ഇനി ഈ ബാഗ് ഇവിടെ വേണ്ട. ഇതോടെ പ്രശ്നം തീർന്നു. എല്ലാവരും പോയി കിടന്നോളൂ. ନନ୍ଦୀ ଘୋଷ ତୋର ଅଟକି ଗଲା ବଡ଼ ସଙ୍କଟାରେ।
ନନ୍ଦୀ ଗଛ ତୋର ଅଟକି ଗଲା ବଡ଼ ସଙ୍କଟାରେ। କିଏ ସେବକ ତ ଏତେ ଆପଣାର, କିଏ ସେବକ ତ ଏତେ ଆପଣାର। ଡାକିଲା ଚନ୍ଦନପୁରେ, ଡାକିଲା ଚନ୍ଦନପୁରେ। କାଳିଆରେ 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 ଡାକିଲା ଚନ୍ଦନପୁରେ।